മാണിക്കുഞ്ഞി, ഇതാരാ വന്നിരിക്കുന്നേന്ന് നോക്കി. നിന്റെ നവീൻ സാറ്. എന്തിനാ വന്നൊന്ന് ചോദിക്കാൻ പറ്റി? മാണിക്കുഞ്ഞിനോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയാൻ പറ്റി. ഓ, വലിയ വലിയ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ലെന്ന് പറഞ്ഞേക്കാൻ പറ്റി. ഇതൊക്കെ ചേരി പ്രദേശമല്ലേ? എന്തായാലും സംസാരിച്ചേ പറ്റുമെന്ന് പറയാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. അമ്മച്ചി അതങ്ങ് പറഞ്ഞേക്ക്. അമ്മച്ചി ഇങ്ങ് വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. മോളിരിക്കും മോളെ, വാ. മാണിക്കുഞ്ഞിന്റെ അച്ഛൻ മരിക്കുന്നതേ അവന് 12 വയസ്സുള്ളപ്പോഴാ. അന്ന് കുറെ കടമൊക്കെ ഉണ്ടായിരുന്നു. അവൻ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ നവീൻ സാറിന്റെ കൂടെ ജോലി കിട്ടിയതിന് ശേഷമാ ഞങ്ങളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടത്. അവന് മൂത്തവളൊരുത്തിയുണ്ട്. അവളെങ്ങ് ചേരാനല്ലോ കെട്ടിച്ചത്. ആ വകയിലും കുറെ കടമുണ്ട്. കിട്ടുന്നതിൽ ഒറ്റ പൈസ പോലും അവൻ ചെലവാക്കില്ല. എല്ലാം എന്റെ കൈ കൊണ്ട് തരും. ഇപ്പൊ കടങ്ങളൊക്കെ ഒരുവിധം തീർന്നു. പണ്ടൊക്കെ എന്റെ മരുന്നിന്റെ കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു. അവന് പകലും പാതിരാത്രിയൊക്കെ നവീൻ സാറിന്റെ കാര്യമേ ഉള്ളൂ. ചില സമയം ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റ് നവീൻ സാറിന്റെ കാര്യം പറയും. വലിയ കാര്യം അവന്. ഞാൻ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അവൻ ഈ പെടാപ്പാട് പെടുന്നത് കാണുമ്പോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമാ. എനിക്ക് അമ്മയെ കാണുമ്പോ എന്റെ അമ്മയെ ഓർമ്മ വരുന്നത്. ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ തന്നെ ഞാനും എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാനും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന. അയ്യോ, മോക്കെന്താ ബുദ്ധിമുട്ട്? സിത്താര മാഡം ബിസിനസ്സുകാരിൽ ഒന്നാമത്തെ ആളല്ലേ? അമ്മ അതല്ല, മാണിക്കുഞ്ഞും അമ്മയും പോലുള്ള സ്നേഹാണ് ഞാനും എന്റെ അമ്മയും തമ്മിലെന്ന് പറഞ്ഞതാ. മാണിക്കുഞ്ഞിനോട് നിങ്ങൾക്കൊരു ചായ ഇട്ട് തരാൻ പറയട്ടെ? അയ്യോ വേണ്ട, അവര് സംസാരിച്ചോട്ടെ. ചായ നമുക്കിടാലോ. അയ്യോ വേണ്ട മോളെ, മോളെ ഇവിടുത്തെ അടുക്കളയിലൊക്കെ കേറുക എന്ന് പറഞ്ഞാ. സാരല്ലെന്നേ, അമ്മ വന്നേ. വാ.